വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പം പെട്ടെന്ന് ഇപ്പോൾ സ്കൂളായാലും കോളേജായാലും ഇപ്പോൾ ഓഫീസിലാണെങ്കിലും നമുക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലിപ് ബാമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പം NYBൻ്റെ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കിപ്പം CC ക്രീം എന്ന് പറയുന്നത് നമ്മളെ ഷെയ്ഡിനനുസരിച്ചിട്ടുള്ളത്, നമ്മളെ ഫേസിൻ്റെ അതേ ഷെയ്ഡിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുട്ടടിച്ച പോലെ ഒന്നും തോന്നില്ല. നമ്മളെ ഫേസിലെ അതേ കളർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണുമ്പം ഡോട്ടായിട്ട് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഡാർക്കർ കളറായിട്ട് തോന്നും. പക്ഷേ ഞാനത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൻ്റെ അതേ കളർ തന്നെയായിരിക്കും കിട്ടുക. പക്ഷേ നമുക്കത് കുറച്ചും കൂടി നമ്മളെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ തന്നെ കുറച്ചൊരു ബ്രൈറ്റൺ ചെയ്ത പോലെയെല്ലാം നമുക്ക് തോന്നും. ഇപ്പം നമുക്കിപ്പം ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും പിമ്പിൾസ് വന്ന മാർക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചെറുതെല്ലാമാണെങ്കിൽ നമുക്ക് ഈ BB ക്രീമോ അല്ലെങ്കിൽ CC ക്രീമോ യൂസ് ചെയ്താൽ തന്നെ മതിയാവും. ഇപ്പം ഞാനിപ്പോൾ അവിടെ കൺസീലറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല, വെറും ഒരു CC ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പം ഇത് പേർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. പേർപ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതിൻ്റെ NYBൻ്റെ 5 ഷെയ്ഡ്സ് ആയിട്ടുണ്ട്. അത് നമ്മളെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ വാം ടോണും കൂൾ ടോണെല്ലാം ഉണ്ടല്ലോ നമുക്ക് ഫേസ്, അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മളൊരു ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫേസിൻ്റെ അതേ കളറായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഫേസിൽ നല്ലൊരു ഗ്ലോവും ഒരു ബ്രൈറ്റണും കിട്ടും. അങ്ങനെ പുട്ടിയടിച്ച പോലെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഫേസിൽ നമ്മളങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു ഗ്ലോ മാത്രമേ ഉണ്ടാവും. നമ്മളെ ഫേസിൻ്റെ അതേ കളറാണ്, നമ്മളെ കളറ് ചേഞ്ച് ആവുന്നില്ല. അതാദ്യമേ നോക്കണം, നമ്മളെ ഫേസിലെ കളറൊന്നും ചേഞ്ച് ആവില്ല. ചിലത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പുട്ടിയിട്ട പോലെ ഉണ്ടാവും, പക്ഷേ ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് NYBൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ്. അതും ഷെയ്ഡ് നോക്കിയിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ അങ്ങനെയൊന്നും ഒരു മോശമായിട്ടൊന്നും തോന്നില്ല, അങ്ങനെ പുട്ടിയിട്ട പോലെ ഒന്നും തോന്നില്ല. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിത് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ചിട്ടൊന്നും ഇട്ട ഫീലൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മളിപ്പം ആ ഒരു ക്രീം തേച്ചിട്ട് ഒരു ഗ്ലോ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ഗ്ലോ ചില കോമ്പാക്ട് പൗഡേഴ്സ് നമുക്ക് ഇടുന്ന സമയത്ത് ആ ഒരു ഗ്ലോ വന്നത് പോയിട്ട് ഒരു മാറ്റ് ഫിനിഷ് പോലെ കിട്ടും. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലോ അതുപോലെ തന്നെ ഉണ്ടാവും ഫേസിൽ. നമ്മളിപ്പം ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. കണ്ണിൻ്റെ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാജലൊക്കെ മുകളിലൊക്കെ വരയുന്നതാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വരക്കാനൊക്കെ പറ്റും. ഞാനിതിപ്പം ആവശ്യത്തിന് കുറച്ച് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഒരുപാടൊന്നും വരില്ല. ആവശ്യത്തിന് മാത്രമേ ആ ഒരു സ്പോഞ്ചിൽ വരൂ. അത് മൊത്തമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും എൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ അതേ കളറായിട്ടുള്ള പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നും പുട്ടിയടിച്ചതുപോലെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടൊന്നുമല്ല ഈ ഒരു ക്യാമറയിൽ നമ്മളിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഒരു സൺലൈറ്റ് ആ ഒരു ഇതിൽ തന്നെ പുറത്തുനിന്നാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പുറത്തിരുന്നിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിലാണ് ഞാനിതിപ്പം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ തന്നെ നമുക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ശരിക്കും തിരിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലഷാണ്. അത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ബ്ലഷാണ്. അത് നമുക്ക് ലിപ്പിലും ചീക്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് തുറക്കാൻ പറ്റുന്നില്ല. അതെന്തോന്നറിയില്ല, തീരെ തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പം വേറെ ബ്ലഷ് ഉണ്ട്, ഇനി അതെടുക്കാൻ വയ്യാത്തതുകൊണ്ട് മാർസിൻ്റെ ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിൻ്റെ തന്നെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചീക്കിൻ്റെ അവിടെയും മൂക്കിൻ്റെ അവിടെയും പിന്നെ ഒന്ന് ചിന്നിൻ്റെ അവിടെയും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാർസിൻ്റെ തന്നെ എൻ്റെ അടുത്തൊരു ഡാർക്ക് മാജിക്കിൻ്റെ ബ്ലഷുണ്ട്. അത് അടിപൊളി ബ്ലഷാണ്. അത് നമ്മളെ സ്കിൻ കളറിനായിട്ട് മാച്ച് ചെയ്യുന്ന ബ്ലഷ്. അത് ഡാർക്കായിരിക്കും കളർ ഉണ്ടാവുക. ഒരു pH വാല്യൂ കൂടി ഇതിൻ്റെ
നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ആ ഒരു സ്കിന്നിൻ്റെ അതേ കളറായിട്ടുള്ള ബ്ലഷ് നമുക്ക് കിട്ടും. പക്ഷെ അതിപ്പം എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതന്നെ അപ്ലൈ ചെയ്യുന്നത്. നമുക്കങ്ങനെ അപ്ലൈ ചെയ്യുക, അതും നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്ക് എത്രത്തോളം വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ മാത്രം ചെയ്താൽ മതിയാകും. സൈഡിലോട്ടേക്കാണ് ഞാൻ ചെയ്തത് കേട്ടോ, ബ്ലഷ് 2 ഭാഗം സൈഡിൽ. അന്നേരം നമുക്ക് കുറച്ചും കൂടി നല്ല ഫേസ് ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് തോന്നില്ല, കുറച്ചൊരു ഇതായിട്ട് തോന്നും, ഒരു ലിഫ്റ്റ് ചെയ്തൊരു ഫീലൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഓക്കെ, ഞാനൊന്നും കൂടി നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഈ ഒരു സംഭവം കൂടി നമ്മളങ്ങനെ ഫൗണ്ടേഷനോ കാര്യമൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. അതും ഇപ്പോൾ എൻവൈബേൻ്റെ തന്നെ അല്ലെങ്കിലും ഏതിപ്പം മെബലേൻ്റെ ആയാലും ഏതായാലും നമ്മൾ നമ്മളെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുറ്റടിച്ച ഫീൽ ഉണ്ടാവില്ല. അത്രയും നല്ല സ്മൂത്തായിട്ടും നല്ല ഗ്ലോ ആയിട്ടും നമ്മളെ ഫേസിലത് അപ്ലൈ ചെയ്യാനും പറ്റും. നല്ല രസം ഉണ്ടാവും കാണാൻ. പിന്നെ ചെയ്യാൻ പോകുന്നത് ഐബ്രോസാണ്. ഐബ്രോസ് ഞാൻ കുറേ ഇപ്പോൾ എടുത്തിട്ട്, എന്നാലും അങ്ങനെ ജസ്റ്റ് ഒന്ന് എനിക്ക് ഈ ഐബ്രോസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ കളർ യൂസ് ചെയ്താൽ തന്നെ നമുക്കങ്ങനെ നമ്മൾ ഐബ്രോസ് അങ്ങനെ ചെയ്തിനിന്ന് തോന്നില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും എനിക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി നല്ല നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഐബ്രോസാണ് ഇഷ്ടം. അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ടുണ്ടാവും, അതിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ പ്രത്യേകിച്ചിട്ട് ഞാൻ ഐബ്രോസ് ഇപ്പോൾ താഴോട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കളയുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് തന്നെ നിന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഐബ്രോസ് നല്ല ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഐബ്രോസ് കുറച്ചും കൂടി നമ്മൾ ഫേസിൽ ഇപ്പോൾ കുറവാണെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ വരച്ചൊക്കെ കൊടുത്താൽ തന്നെ നമ്മൾ ആ ഒരു ഫേസിൻ്റെ ആ ഒരു എൻ്റയർ ലുക്ക് തന്നെ നമുക്ക് മാറിയ പോലെ തോന്നും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കൊന്നും കുറച്ചും കൂടി കട്ടി വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ബ്ലാക്ക് അല്ല യൂസ് ചെയ്യുന്നത്, ബ്രൗൺ കളർ ആണ് യൂസ് ചെയ്യുന്നത്. അതും മാർസിൻ്റെയാണ്, മാർസിൻ്റെ ഐബ്രോസ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് എൻവൈബേൻ്റെ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത്, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് മുകളിലൊക്കെ ചെയ്ത് കൊടുക്കാമെന്നെല്ലാം വിചാരിച്ചിനി. പിന്നെ ഞാൻ വിചാരിച്ചു മുകളിലും താഴെയൊന്നും അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ നടുക്കൂട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 2 കണ്ണിലും നടുക്കൂട്ട് വലിച്ചിട്ട് ഇങ്ങനെ വലിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ കണ്ണിൻ്റെ താഴോട്ട്, അതായത് 2 സൈഡിൻ്റെ നടുക്കൂട്ട് അങ്ങ് വലിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. കണ്ണിൻ്റെ താഴോട്ടാണ് കേട്ടോ വരക്കാൻ പോകുന്നത്. കണ്ണിൻ്റെ താഴോട്ടില്ല, 2ഉം കൂടി നടുക്ക് വെച്ചിട്ട് ഞാൻ വലിക്കാനാണ് പോകുന്നത്. അതായത് സിമ്പിളായിട്ട് ചെയ്യുന്നില്ല, അങ്ങനെ മുകളിലും താഴെയൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നടുക്കൂട്ട് വെച്ചിട്ട് അങ്ങ് വലിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ 2 നമ്മളൊരു വാട്ടർ ലൈൻ്റെ അവിടെയും മുകളിലും ആവുമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലും താഴെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുകളിലും താഴെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ണ് കൂട്ടിയിട്ട് നടുക്കൂട്ടി അങ്ങ് വലിച്ചു കൊടുക്കുകയായിരുന്നത്. ഇനിയിപ്പോൾ മുകളിൽ ചെയ്യണം ഞാൻ വിചാരിച്ചാണ്, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചും കൂടി നമുക്ക് സിമ്പിളായിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഞാൻ ആ ഒരു കണ്ണ് അത് ചെയ്യുമ്പം തന്നെ നമുക്കൊരു ഫേസിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റൺ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. നമുക്ക് ആ ഒരു കണ്ണൊക്കെ ചെയ്യുമ്പം തന്നെ ആ ഒരു എന്താ പറയുക, നമ്മളെ ഫേസ് ഒരു ഗ്ലോ ആയ പോലെയും കുറച്ചും കൂടി ഒരു തെളിച്ചം വെച്ച പോലെ നമുക്ക് തോന്നും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മസ്കാര ഇടുകയാണ്. ഇത് മെബലേൻ്റെ വോളിമൈസിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അധികം കുറേ കോട്ടൊന്നും കൊടുക്കുന്നില്ല, ഒരൊറ്റ കോട്ടിൽ തീർക്കാൻ പോയെന്ന്. നമുക്ക് എത്രത്തോളം ലാഷസ് കൂടുതലായിട്ട് വേണം, ഇപ്പോൾ 3 കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഷസ് നന്നായിട്ട് ഇങ്ങനെ കാണാൻ മാത്രം തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരൊറ്റ കോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടി നല്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ പൗഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ഈ ഒരു കോട്ടിടും. അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ലാഷ് നല്ല കൂടുതലായിട്ട് തോന്നും. ഇതിപ്പോൾ ഒറ്റ കോട്ടയെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ.
ഒറ്റക്കോട്ട് ഇടുമ്പം തന്നെ നമുക്ക് ലാഷസ് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നല്ല പൊന്തി നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതുണ്ടാവും. നമുക്ക് ഫൈനൽ ലുക്കിൽ കാണാൻ പറ്റും അത് ആവശ്യത്തിന്. അത് പക്ഷേ നമുക്കിങ്ങനെ ഒരു ഫേക്ക് ആയിട്ടൊന്നും തോന്നില്ല, നല്ല നാച്ചുറലായിട്ട് തന്നെ അത് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ മസ്കാര യൂസ് ചെയ്തിനൊന്നും തോന്നില്ല, നമ്മൾ ഒറ്റക്കൂട്ട് മാത്രം യൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നും തോന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മാർസിൻ്റെത് ഗേൾ പവറാണ് 10, അതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ലിപ്പ് ലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിനെ കൊണ്ട് തന്നെ ഒന്ന് ഔട്ട്ലൈനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കഴിയുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പം ഭയങ്കര ഡാർക്ക്, നമ്മളെ ഫേസിൽ എന്തോ ഒരു ഭയങ്കര ഡാർക്ക് കളറായിട്ട് നമുക്ക് പറ്റാത്തൊരു കളറായിട്ടെല്ലാം തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് നമ്മളെ ലിപ്പുമായിട്ട് നന്നായിട്ടൊന്ന് സെറ്റാവും. അന്നേരം നമുക്ക് സാധാരണ നല്ലൊരു കളർ കിട്ടും. അത് നമ്മളെ ഫേസിന് മൊത്തമായിട്ട് നല്ലൊരു ബ്രൈറ്റൻ ചെയ്ത പോലത്തെ ഒരു കളറാണിത്, ഗേൾ പവർ 10. ഇത് ഏകദേശം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. നമുക്ക് ലൈറ്റായിട്ട് മതിയെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക, കുറച്ചും കൂടി ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ട് ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഡാർക്കായിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റാവും. നല്ല ക്രീമി ആയിട്ടുള്ളൊരു സംഭവം, നല്ല ക്രീം. നമ്മൾ ലിപ്സിൽ അങ്ങനെ ഇടുമ്പോൾ തന്നെ അങ്ങ് ബ്ലെൻഡായി പോവും. ഇനി ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബാൻഡിൻ്റെ ഡൂയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംഭവമെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് നമ്മളെ മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, അത് മാത്രമേ പണിയുള്ളൂ. നിങ്ങൾക്കിപ്പം ആദ്യത്തെ ഇതും വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസമില്ലേ? ഇതിനിപ്പം മുടി ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം എവിടെ പോകുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഇത്രയും സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. മുടി ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഓപ്പൺ എയർ ആയിട്ട് ചെയ്യാമെന്നാണ്. പിന്നെ വിചാരിച്ച് ഓപ്പൺ എയർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സാധാരണ ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? നല്ല ഫൈനൽ ലുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hit me back like nothing happened at all. What about all the things you used to say to me?